മഹാലക്ഷ്മി സീരിയലിൻ്റെ കിടിലനൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആരെയും പേടിയില്ലാത്ത പ്രതാപനെ നല്ലോണം പേടിപ്പെടുത്തുന്ന എപ്പിസോഡുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. കാരണം വേറൊന്നുമല്ല, ആ ഒരു അമ്മ നമ്മുടെ മാർക്കോയോട് പറയുന്നുണ്ട് പ്രതാപനെ ഒന്ന് പേടിപ്പിച്ചിരുത്തണം, അതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ആ അമ്മയുടെ ഏർപ്പാടനുസരിച്ചായിരിക്കും പ്രതാപനാണെങ്കിൽ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തനിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ പ്രതാപൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന കാര്യമൊട്ട് അറിയണമില്ല. പ്രതാപൻ ഇങ്ങനെ നടന്ന് ഏതോ ഒരു വിജനമായ സ്ഥലത്ത് ചെല്ലുമ്പോൾ പ്രതാപൻ എന്തിലോ തട്ടിയിട്ട് താഴെ വീഴുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ പെട്ടെന്ന് തന്നെ കണ്ണ് തുറന്ന് നോക്കുമ്പം താൻ എവിടെ വന്നേക്കണേ, ഞാൻ എങ്ങനെ ഇവിടെ വന്നേന്നൊക്കെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ചുറ്റും നോക്കണ സമയത്താണ് അവിടെ ഒരാൾ നിൽക്കണതായിട്ട് കാണുന്നത്. ആ സമയത്ത് നമ്മൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ അത് കണ്ണനാന്ന് തോന്നുമെങ്കിലും ശരിക്കും അത് കണ്ണനല്ല, കണ്ണൻ്റെ അച്ഛനാണ്. അങ്ങനെ ആരാണെങ്കിലും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ് നിൽക്കുക, ആരാന്ന് സത്യം പറ, മനുഷ്യനെ പേടിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ ഇങ്ങനെ പേടിച്ച് വിറച്ച് സംസാരിക്കുന്ന സമയത്ത് അയാളാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പ്രതാപൻ്റെ അടുത്തേക്ക് വരുന്ന അയാളുടെ മുഖം കണ്ടതും പ്രതാപനാണെങ്കിൽ ഇങ്ങനെ ആകെ പേടിച്ചു വിറയ്ക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, കണ്ണൻ്റെ അച്ഛനാണ്. കണ്ണൻ്റെ അച്ഛനെ പ്രതാപനാണല്ലോ വണ്ടി ഇടിപ്പിച്ചത് കൊന്നത്. സമയത്ത് പ്രതാപൻ വിചാരിക്കുന്നുണ്ട് ഇവനെ ഞാൻ കൊന്നതല്ലേ, ഇവൻ എങ്ങനെയാ ഇപ്പം ഇവിടെ വന്നേന്ന്. പെട്ടെന്ന് തന്നെ പ്രതാപന് ഓർമ്മ വരുന്നുണ്ട്, ഇത് വിശ്വനാഥൻ്റെ പ്രേതമാണ്. പ്രേതമാണല്ലോ, എന്നെ ഒന്ന് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരയണ സമയത്ത് വിശ്വനാഥനാണെങ്കിൽ അടുത്തേക്ക് വന്നിട്ട് എന്താടാ എൻ്റെ ജീവനെടുത്തത് പോരാഞ്ഞിട്ടാണോ ഇപ്പം എൻ്റെ മോൻ്റെ പുറകെ നീ ജീവനെടുക്കാനായിട്ട് നടക്കണേ? ഇനി നിന്നെ ഞാൻ അധികം ജീവിക്കാൻ അനുവദിക്കില്ലടാ. ഞാൻ എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതല്ലേ, എന്നെ നീയൊക്കെ ഈ ലോകത്തു നിന്ന് പറഞ്ഞു വിട്ടു. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ നിന്നെയും നിൻ്റെ കുടുംബത്തെ ഞാൻ ഈ ലോകത്തുനിന്ന് പറഞ്ഞു വിടൂ എന്നൊക്കെ പറഞ്ഞ് ഈ വിശ്വനാഥനാണ് ഈ ചിരിക്കുന്നുണ്ട്. സമയത്ത് പ്രതാപനാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ചിരിക്കുമ്പം വിശ്വനാഥൻ പ്രതാപൻ്റെ അടുത്തേക്ക് ചെന്നതും പ്രതാപൻ പറയുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. വേഗം തന്നെ വിശ്വനാഥനാണെങ്കിൽ പ്രതാപൻ്റെ കഴുത്തിൽ ഇങ്ങനെ കൈവച്ച് ഞെക്കണതും പ്രതാപൻ ബോധം കെട്ട് അവിടെ വീഴുന്നുണ്ട്. പിന്നീട് വിശ്വനാഥനെ കാണിക്കണമൊന്നുമില്ല, പ്രതാപൻ ഇങ്ങനെ ബോധമില്ലാണ്ട് കിടക്കുകയാണ്. ഇതേ സമയം നമ്മളുടെ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ രാത്രി എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഒരുതരം പ്രേതങ്ങളുടെ പോലത്തെ ഒരു സൗണ്ടും ഈ മൂങ്ങ മുരളണ പോലെയുള്ള സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. ആ സൗണ്ട് കേട്ടതും പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ആകെ പേടിയായിട്ട് ഇതെന്താ പ്രേതങ്ങൾ വരുമ്പോൾ ഉള്ള ഒച്ചയൊക്കെ കേൾക്കണേ, എൻ്റെ ഭഗവാനെ ഇനി വല്ല പ്രേതവും വരുന്നുണ്ടോ എന്നൊക്കെ ഓർത്ത് ഞെട്ടി എഴുന്നേൽക്കുന്ന സമയത്ത് കട്ടലിൽ പ്രതാപനെ കാണുന്നില്ല. വേഗം തന്നെ പ്രതാപൻ്റെ അമ്മ എഴുന്നേറ്റിട്ട് എടാ പ്രതാപ നീ എവിടെയാ, ഇനി ബാത്റൂമിൽ എങ്ങാനും ആയിരിക്കുമെന്നും ചോദിച്ച് ബാത്റൂം തുറന്ന് നോക്കണ സമയത്ത് പ്രതാപൻ ബാത്റൂമിലൊന്നുമില്ല. വേഗം തന്നെ ഇവർക്ക് പേടിയാവുന്നുണ്ട്, ഇനി ആ മാർക്കോയെ എങ്ങാനും വന്ന് പ്രതാപനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയതാണോ, ഇനി പ്രതാപനെ കൊല്ലും എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ഓർത്ത് പേടിച്ച് തന്നെ ഈ പ്രതാപൻ്റെ അമ്മ ഓടി തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. തോമസ് ഡോക്ടറുടെ റൂമിൽ മുട്ടി വിളിക്കുമ്പോൾ ഡോക്ടർ വന്ന് വാതിൽ തുറന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പം അത് സാറേ അവിടെ പ്രതാപനെ കാണുന്നില്ല. സമയത്ത് തോമസ് ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്ത് പ്രതാപനെ കാണുന്നില്ല എന്നോ, ഈ രാത്രി അയാൾ ഇത് എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ അതാ ഡോക്ടറെ എനിക്കും അറിയാത്തത്, ഞാൻ അവിടെ എല്ലായിടത്തും നോക്കി അവനെ അവിടെ എങ്ങും കാണുന്നില്ല, ഇനി ആ മാർക്കോ അവനെ കൊല്ലാനെങ്ങാനും കൊണ്ടുപോയോ സാറേ എന്ന് ചോദിക്കുമ്പോൾ ഈ തോമസ് ഡോക്ടർ പറയുന്നുണ്ട് മാർക്കോയ്ക്ക് അങ്ങനെ ആൾക്കാരെ കൊള്ളലല്ല പണി, നിങ്ങളുടെ മകൻ എവിടെയാണ് പോയെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുന്നത്. ആ സമയത്ത് ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഞാൻ എല്ലായിടത്തും നോക്കി ഡോക്ടറെ, ഒരിടത്തും അവനെ കാണുന്നില്ല, ഡോക്ടർ ഒന്ന് അന്വേഷിക്കാമോ എന്ന്. ഇതേ സമയം നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഇങ്ങനെ ബോധം കെട്ട് റോട്ടിൽ കിടക്കാണ്. ആ സമയത്ത് അതിലെ നടന്നു പോണ ഒരാൾ ഈ പ്രതാപനെ കാണുന്നുണ്ട്. പ്രതാപനെ കണ്ടതും ഇയാൾ മരിച്ചു കിടക്കണയാണെന്ന് വിചാരിച്ചിട്ട് അയാൾ കുറച്ച് ആൾക്കാരെ കൂട്ടി ഈ പ്രതാപൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ആളുകളെല്ലാം പ്രതാപനെ ഇങ്ങനെ നോക്കണം സമയത്ത് ഒരാൾ പറയുന്നുണ്ട് ഇയാൾ എന്തായാലും മരിച്ചിട്ടൊന്നുമില്ല, ജീവനുണ്ട്, കുറച്ച് വെള്ളം കൊടുത്തുകൊണ്ടാ ബോധം കെട്ട് കിടക്കണേന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് വെള്ളം കൊടുന്ന് പ്രതാപൻ്റെ മേലെ തളിച്ചതും പ്രതാപന് ബോധം തെളിയുന്നുണ്ട്. അങ്ങനെ ബോധം തെളിഞ്ഞതും പ്രതാപനാണെങ്കിൽ പേടിയോടുകൂടി ചുറ്റും നോക്കുന്നുണ്ട്, കാരണം കണ്ണൻ്റെ അച്ഛൻ അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോയെന്നാണ് നോക്കണേ. അങ്ങനെ പ്രതാപന് ബോധം തെളിഞ്ഞപ്പം അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റിയതാണ്, നിങ്ങളെങ്ങനെ ഇവിടെ വന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിലായിരുന്നു, എങ്ങനെയാണെന്നറിയില്ല, രാത്രി ഞാൻ ഓർമ്മയില്ലാണ്ട് ഇവിടെ വരെ വന്നതാണ്, നിങ്ങളെന്നെ അവിടെ ഒന്ന് ആക്കാൻ പറഞ്ഞിട്ട് അവർ പ്രതാപനെ തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിലേക്ക് ഒന്ന് ആക്കുന്നുണ്ട്. അങ്ങനെ ഈ തോമസ് ഡോക്ടറും ജയപാലനും ഈ പ്രതാപൻ്റെ അമ്മയൊക്കെ ഈ പ്രതാപനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഇവർ പ്രതാപനെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലണം. പ്രതാപനെ കണ്ടതും പ്രതാപൻ്റെ അമ്മ ഓടി വന്നിട്ട് നീ അവിടെ പോയതാടാ പ്രതാപ, നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞൂലോ, എത്ര നേരമായി നിന്നെ അന്വേഷിച്ച് നടക്കണു, നീ ഇതെവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പം അതമ്മ അതിനെക്കുറിച്ചൊന്നും പറയണ്ട, ഇന്നലെ രാത്രി ഞാൻ എങ്ങനെയാണെന്നറിയില്ല വെളിയിൽ പോയി, അവിടെ വെച്ച് ഞാൻ ആ
പ്രേതത്തെ കണ്ടു എന്ന്. ഏത് പ്രേതത്തെയാണ് കണ്ടതെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ പിന്നെ പറയാമേന്ന് പറയണം. ആ സമയത്താണ് നമ്മളുടെ തോമസ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത്. തോമസ് ഡോക്ടർ വന്നിട്ട് എന്തായാലും ഞാൻ പ്രതാപനെ ഒന്ന് പരിശോധിച്ച് നോക്കാം, അങ്ങനെ രാത്രി അറിയാണ്ട് എഴുന്നേറ്റ് പോയി എന്ന് പറയുമ്പം അതിലെന്തോ പ്രശ്നമുണ്ടല്ലോ എന്നും പറഞ്ഞ് പരിശോധിക്കാനായിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല ഡോക്ടറെ, ഞാൻ രാത്രി എഴുന്നേറ്റ് പോയതൊന്നും ഞാൻ ഓർക്കണില്ല, പക്ഷെ ഞാൻ എവിടെയോ ചെന്നപ്പം ബോധം തെളിഞ്ഞു. ആ സമയത്ത് എൻ്റെ അടുത്തേക്കൊരു പ്രേതം വന്നു, എന്നെ അയാൾ കൊല്ലാൻ നോക്കിയിരുന്നു. ആ സമയത്ത് തോമസ് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് പ്രേതം വന്നു എന്നാ? അതേ ഡോക്ടറെ, ഞാൻ പറയുന്നത് സത്യ, ഒരാത്മാവ് എൻ്റെ അടുത്തേക്ക് വന്നു, അയാൾ എന്നെ കൊല്ലാനാണ് വന്നത്. ആ സമയത്ത് തോമസ് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ആത്മാക്കൾ ഇയാളെ തേടി വരാൻ ഇയാൾ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ? അങ്ങനെ ആരെയെങ്കിലും കൊന്നിട്ടുള്ളവരുടെ അടുത്തേക്കല്ലേ ആത്മാക്കൾ തേടി വന്നേന്ന്. ആ സമയം പ്രതാപനാണെങ്കിൽ അങ്ങനെ ആകെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. പിന്നീട് എന്തായാലും താനിപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞ് പ്രതാപനെ ഡോക്ടർ റൂമിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് റൂമിൽ ചെന്നതും പ്രതാപനോട് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ ആരെയാടാ കണ്ട് പേടിച്ചതെന്ന് ചോദിക്കുമ്പം അതുണ്ടല്ലോ അമ്മേ, അതാ കണ്ണൻ്റെ അച്ഛനെ ഞാൻ കണ്ടത്, അയാൾ എന്നെ കൊല്ലാനായിട്ട് വന്നു എന്ന്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയും ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. ഇതിപ്പോൾ വലിയ പുലിവാലായല്ലോടാ, എന്തായാലും ഇത്രയും കാലം അയാളുടെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ പെട്ടെന്ന് അയാളുടെ ശല്യം ഉണ്ടാവാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല അമ്മേ, എന്തായാലും ഇനി പേടിയോടുകൂടി പുറത്തിറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തന്നെ ഞാനിനി പുറത്തേക്കൊന്നും ഇറങ്ങണില്ല എന്ന് പറഞ്ഞ് പ്രതാപം പേടിച്ച് കുറച്ചവിടെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം ആ ദിവ്യയായ ഒരമ്മ അമ്പലത്തിലിരുന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവർ മനസ്സിൽ ഈ പ്രതാപൻ്റെ അവസ്ഥകളൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും കണ്ണനെയും മഹാലക്ഷ്മിയെയും ഇത്രയധികം ദ്രോഹിച്ചാൽ നിങ്ങളെയൊന്നും ഇനി വെറുതെ വിടാൻ പോകുന്നില്ല, ഇനി ഓരോ നിമിഷവും പേടിച്ച് പേടിച്ച് വേണം നീയൊക്കെ ജീവിക്കാൻ. ഒരുപാട് നന്മകളുള്ളവരാ മഹാലക്ഷ്മിയും കണ്ണനും, അങ്ങനെയുള്ളവരെ ഉപദ്രവിക്കാൻ നോക്കുന്ന ദുഷ്ടജന്മങ്ങളെയൊന്നും ഞങ്ങൾ വെറുതെ വിടൂലാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണീനെയാണ്. ഉണ്ണീനോട് കർണ വന്നിട്ട് പറയുന്നുണ്ട്, എന്തായി ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടൻ ഇന്ന് ഓഫീസിലേക്ക് പോകണില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീയും കൂടെ കേട്ടതല്ലേ കരുണെ, അനന്തുവേട്ടൻ വിളിച്ചിട്ട് എന്നോട് ഓഫീസിലേക്ക് ചെല്ലരുതെന്ന് പറഞ്ഞത്, എല്ലായിടത്തും ഇപ്പം അവളല്ലേ അധികാരം സ്ഥാപിച്ചേക്കണേ, അതിനൊക്കെ കാരണക്കാരൻ ആ എൻ്റെ അച്ഛനെ കൊന്നവനാ, അവനന്ന് എൻ്റെ അച്ഛനെ കൊന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ണേട്ടൻ എല്ലാം കൂടി ഒന്നിച്ച് വിഴുങ്ങില്ലായിരുന്നു, അച്ഛനായിരിക്കും എല്ലാം നോക്കി നടത്തുന്നത്, അപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള സ്വത്തുക്കളെല്ലാം അച്ഛൻ തന്നെ തന്നേനെ. ഇതിപ്പോൾ അച്ഛൻ മരിച്ചു പോയതുകൊണ്ടല്ലേ കണ്ണേട്ടനെല്ലാം ഒരുമിച്ച് അധികാരം സ്ഥാപിച്ചത്. അതുമാത്രമല്ല, ഉള്ള സ്വത്തുക്കളിൽ 90% കണ്ണേട്ടൻ്റെ അമ്മയുടെ പേരിലുള്ളതായിരുന്നു. അതുകൊണ്ട് ആ സ്വത്തൊക്കെ അമ്മയ്ക്ക് കിട്ടിയത്. ഞങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ സ്വത്തുക്കളൊന്നും കണ്ണേട്ടന് ഫുള്ളായിട്ട് കിട്ടൂലായിരുന്നു. എനിക്കും മഞ്ജുവിനും കണ്ണേട്ടനും തുല്യമായിട്ട് അച്ഛനത് വീതിച്ച് തന്നേനെ. എന്തായാലും ആ അച്ഛനെ ഏതോ ഒരു നെറുകെട്ടവൻ കൊന്നു കളഞ്ഞില്ലേ, അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അവനെ ജീവനോടെ വിട്ടേക്കൂല. ആ ഒരു ലോറി ഡ്രൈവർ ഇപ്പം ജീവിച്ചിരിക്കണ്ടെങ്കിൽ അവൻ നരകിച്ചേ മരിക്കുള്ളൂ. എൻ്റെ അച്ഛനെ കൊന്നവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അവൻ്റെ അവസാനമായിരിക്കും, ജയിലിൽ പോയാലും കുഴപ്പമില്ല, ഞാൻ അവനെ കൊന്നു കളയുന്നു. ഇത് കേട്ടതും കരുണയാണെങ്കിൽ ആകെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. കാരണം കരുണയുടെ അച്ഛനെ ഈ ഉണ്ണിയുടെ അച്ഛനെ കൊന്നേന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഉണ്ണി അവരോട് ക്ഷമിക്കില്ല എന്നുള്ള കാര്യം കരുണയ്ക്ക് പൂർണ്ണ ബോധ്യമാവുന്നുണ്ട്. ആ സമയത്ത് കരുണ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും അച്ഛൻ ചെയ്തത് വലിയൊരു ചതിയായിപ്പോയി. അന്ന് എന്തായാലും ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നു, അതോടൊപ്പം ആ കണ്ണനെയും കൂടി കൊന്നേർന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ അച്ഛനെ ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നേന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിയേട്ടൻ ചിലപ്പോൾ എന്നെ കൊല്ലും, എൻ്റെ അച്ഛനെയും കൊല്ലും. എന്തായാലും ഈ രഹസ്യം അധിക കാലമൊന്നും മൂടി വയ്ക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ആ ലക്ഷ്മിക്ക് ഈ രഹസ്യം അറിയാം. അവൾ കണ്ണേട്ടനോട് പറയണ അതേ നിമിഷം തന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും ആ സത്യം അറിയും. പിന്നെ എനിക്കിവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഉണ്ണിയേട്ടൻ്റെ അമ്മയാണെങ്കിലും എന്നെ ഇവിടുന്ന് അടിച്ചിറക്കൂന്ന്. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, നീ എന്താ കരുണയെ ആലോചിക്കണേന്ന് ചോദിക്കുമ്പം അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു ഇനിയിപ്പോൾ അച്ഛനെ കൊന്ന ആ ഡ്രൈവറെ എങ്ങാനും കയ്യിൽ കിട്ടിയ ഉണ്ണിയേട്ടൻ അയാളെ എന്താ ചെയ്യണേന്ന്. ആ സമയത്ത് കരുണയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ സംശയം, അയാളെ ഞാൻ ആ നിമിഷം കൊന്നു കളയുമെന്ന്. ഇത് കേട്ടതും കരുണയ്ക്കാണെങ്കിൽ ആകെ പേടിയായിട്ട് കരുണ പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ദുർഗയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ കുഞ്ഞ് പോയില്ല എന്നറിഞ്ഞ് ആ ഒരു വിഷമത്തിലിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കരുണ അങ്ങോട്ട് ചെന്നിട്ട് എന്താ അമ്മ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കുമ്പം അതല്ല മോളെ, ഞാനൊരു കാര്യം ആലോചിക്കുമായിരുന്നു. ആ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ മഹാലക്ഷ്മിയുടെ പേരിലുള്ള സ്വത്തിനൊക്കെ ആ കുഞ്ഞ് അവകാശിയാവും, അതുകൊണ്ട് ആ കുഞ്ഞ് ഒരിക്കലും ജനിക്കാൻ പാടില്ല മോളെ. ആ സമയം കരുണ പറയുന്നുണ്ട്, അമ്മ അതൊന്നോർത്ത് ടെൻഷൻ ആവണ്ട, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ ആ കുഞ്ഞിനെ നശിപ്പിക്കുമെന്ന്. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, ഉണ്ണി ഇനി ഓഫീസിലേക്ക് പോകണില്ല എന്ന് തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പം അതൊന്നും തീരുമാനിച്ചിട്ടില്ല അമ്മേ, എന്തായാലും ഉണ്ണിയേട്ടൻ പോകണമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ ഇടയ്ക്കല്ലേ ആ ആനന്ദ് വിളിച്ചിട്ട് ഉണ്ണിയേട്ടനെ ഭീഷണിപ്പെടുത്തിയത്. ഇനി ഓഫീസിലേക്ക് ചെന്നാൽ അവർ പോലീസുമായിട്ട് വന്ന് ഉണ്ണിയേട്ടനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഉണ്ണിയേട്ടൻ ഇനി പോണില്ല എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഇതിനൊക്കെ കാരണം ആ ഒരു ലോറി ഡ്രൈവറാണ്. അയാളന്ന് വിശ്വേട്ടനെ ലോറി ഇടിപ്പിച്ച് കൊന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു.
വിശ്വേട്ടൻ മരിച്ചതുകൊണ്ട് എല്ലാ സ്വത്തുക്കളും കണ്ണൻ്റെ കയ്യിലായത്. ഇല്ലെങ്കിൽ അതിൽ പകുതി സ്വത്തെങ്കിലും ഉണ്ണിയുടെയും എൻ്റെയും മഞ്ജുവിൻ്റെയൊക്കെ പേരിലായേനെ. വിശ്വേട്ടൻ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുമായിരുന്നു. അന്നേ വിശ്വേട്ടൻ അതൊക്കെ ചെയ്ത് തന്നേനെ. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ വിശ്വേട്ടൻ ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന്. എന്തായാലും വിശ്വേട്ടനെ കൊന്ന ആ ഒരു ലോറി ഡ്രൈവർ ഉണ്ടല്ലോ, അവൻ പുഴുത്ത് നരകിച്ചേ ചാവുള്ളൂ. അതെൻ്റെ ശാപമാണെന്ന്. അത് കേട്ടതും കരുണയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി പോകുന്നുണ്ട്. അപ്പോൾ കരുണയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ കരുണയുടെ അച്ഛനാണ് ഇവരെ കൊന്നതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ദുർഗയും ഉണ്ണിയും എല്ലാവരും കരുണയെ ആ നിമിഷം തന്നെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്നു. അങ്ങനെ കരുണയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ചിരിക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ കരുണയ്ക്ക് വേറെ പ്രതീക്ഷകളൊന്നുമില്ല. മഹാലക്ഷ്മിയെ കൊല്ലാനും കുഞ്ഞിനെ കൊല്ലാനും നടന്നിട്ടൊന്നും കാര്യമില്ലാന്ന് കരുണയ്ക്കും കൂടി ബോധ്യമാവുന്ന എപ്പിസോഡുകൾ തന്നെയാണ് വരാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ പ്രതാപൻ്റെ അമ്മയോ മഹാലക്ഷ്മിക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ കരുണയ്ക്ക് കിട്ടാൻ പോണേന്ന് ഈ മാർക്കോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പ്രതാപനും പൊടിക്കൊന്നും ഒതുങ്ങാൻ തന്നെയാണ് സാധ്യത. അതുമാത്രമല്ല, ഇപ്പോൾ പ്രതാപന് നല്ല പേടിയും കിട്ടിയേക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്തെങ്ങും മഹാലക്ഷ്മിയെ ഒന്നും കൊല്ലാനുള്ള പ്ലാനുമായിട്ട് പ്രതാപം വരില്ല. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളെല്ലാം പ്രേക്ഷകർക്കൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.